ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് മാറണം. ഇതാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. അതായത് പലപ്പോഴും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് ഊർജ്ജസ്വലതയോടെ പോകണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ നന്നാവണം, നമ്മുടെ അയൽക്കാരൊക്കെ നന്നാവണം, നമ്മുടെ സൊസൈറ്റിയിലുള്ളവർ നന്നായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. ഫ്രണ്ട്സ്, ഈ നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരോ ഒക്കെയാണോ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ സമാധാനം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കേണ്ടത്? ഒരിക്കലുമല്ല. ഞാനൊരു കഥ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള പാർക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതുവഴി ഒരു വഴിപോക്കൻ വരികയാണ്. ഈ വഴിപോക്കൻ ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഞാൻ അപ്പുറത്തെ ഗ്രാമത്തിൽ നിന്ന് വരികയാണ്, ഞാൻ ഇവിടെ ഒരു വീട് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയുള്ളവരാണ്? അപ്പം ബുദ്ധിമാനായിട്ടുള്ള ഈ മനുഷ്യൻ ആ വഴിപോക്കനോട് ചോദിക്കുകയാണ്, താങ്കളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ ക്രൂരന്മാരാണ്, റൂഡായിട്ടുള്ള ആൾക്കാരാണ്, സഹകരിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണ്. അപ്പോൾ ഈ ബുദ്ധിമാനായ മനുഷ്യൻ പറയുകയാണ്, സഹോദര, അങ്ങനെയെങ്കിൽ ഈ നാട്ടിലുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ്, വളരെ റൂഡാണ്, ക്രൂവലാണ്, സഹകരിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണ്. അങ്ങനെ ആ വഴിപോക്കൻ അവിടെ നിന്ന് പോവുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വഴിപോക്കൻ കൂടി അതുവഴി വന്നു. അദ്ദേഹവും നേരത്തെ വന്ന വഴിപോക്കൻ ചോദിച്ച അതേ ചോദ്യം തന്നെ ഈ ബുദ്ധിമാനായ മനുഷ്യനോട് ചോദിച്ചു, ഞാനും ഇവിടെ ഒരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ്? അപ്പോൾ ഈ ബുദ്ധിമാനായ മനുഷ്യൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ എല്ലാം നല്ല സമാധാന പ്രിയരാണ്, സഹകരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്, ദയയുള്ളവരാണ്, ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു, സഹോദര, ഇവിടെയുള്ള ആൾക്കാരും ഇങ്ങനെ തന്നെയുള്ള ആൾക്കാരാണ്. ഫ്രണ്ട്സ്, എന്താണ് ഇവിടെ സംഭവിച്ചത്? രണ്ടുപേരും ചോദിച്ചത് ഒരേ ചോദ്യം, എന്നാൽ രണ്ടുപേർക്കും കൊടുത്ത ഉത്തരം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഉത്തരവും. അതായത് ആളുകൾ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ അവരെ നോക്കി കാണുക എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെയാണോ ഈ ലോകത്തെ നോക്കി കാണുന്നത്, ആളുകളെ നോക്കി കാണുന്നത്, പ്രപഞ്ചത്തെ നോക്കി കാണുന്നത്, അത് മാത്രമാണ് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ഉള്ളിൽ സമാധാനം കാംക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ, സഹകരിക്കാൻ മനോഭാവമുള്ള ഒരാളാണെങ്കിൽ, ദയയുള്ള ഒരാളാണെങ്കിൽ, അതേ രീതിയിലുള്ള ആളുകളെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുവാനും കണ്ടുമുട്ടുവാനും സഹകരിക്കുവാനും സമാധാനം കണ്ടെത്തുവാനും സന്തോഷം കണ്ടെത്തുവാനും കഴിയും. എന്നാൽ നമ്മുടെ മനസ്സിൽ റൂഡായിട്ടുള്ളൊരു മനോഭാവം, ആരോടും സഹകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു മനോഭാവം, സന്തോഷം തീരെ ഇല്ലാത്ത ഒരു മനോഭാവം, സമാധാനം ഒട്ടുമേ ആഗ്രഹിക്കാത്ത മനോഭാവം, ആ ഒരു മനോഭാവം വെച്ചുകൊണ്ട് നമ്മൾ ആരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരായിരിക്കും. ഇതാണ് ഇവിടെ ഈ രണ്ട് വഴിപോക്കർക്കും സംഭവിച്ചത്. അപ്പോൾ ആ ബുദ്ധിമാനായ മനുഷ്യന്റെ ഉപദേശം നമുക്കും സ്വീകരിക്കാം. നമ്മൾ ഏത് രീതിയിലാണോ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചു കൂട്ടുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രപഞ്ചത്തിൽ കാണുവാൻ കഴിയും. അപ്പോൾ മറ്റുള്ളവർ എങ്ങനെയാണോ ആ രീതിയിൽ അവരെ നോക്കി കാണാതെ, നമ്മൾ എങ്ങനെയാണോ ആ രീതിയിൽ ഈ ലോകത്തെ നോക്കി കാണുവാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്ന് തരും, സമാധാനം കൊണ്ടുവന്ന് തരും, ഏവരെയും നമ്മളുമായിട്ട് സഹകരിപ്പിക്കുവാനുള്ള മനോഭാവം നമ്മളിലേക്ക് കൊണ്ടുവരും. ആ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, ഇതിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടോ ഉള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫ്രണ്ട്സ്.